വി.എസ്. അനശ്വരൻ അവസാന കമ്മ്യൂണിസ്റ്റ് എന്ന പ്രചാരണം വലതുപക്ഷം പണ്ടേ ഉയർത്തുന്നത്. എം.വി. ഗോവിന്ദൻ ജീവിച്ചിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ അധിക്ഷേപിക്കുകയും മരണാനന്തരം അവരെ വിശുദ്ധനാണെന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് വലതുപക്ഷം പിന്തുടരുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. അന്തരിച്ച മുതിർന്ന CPM നേതാവ് വി.എസ്. അച്യുതാനന്ദൻ അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണെന്നും അദ്ദേഹത്തിൻ്റെ മരണത്തോടെ കമ്മ്യൂണിസം തന്നെ ഇല്ലാതാകുന്നുവെന്നുള്ള പ്രചരണമാണ് ചിലർ നടത്തിയത്. ഇത്തരം പ്രചാരവേലകൾ നേരത്തെയും ഉയർന്നിട്ടുണ്ടെന്നും എം.വി. ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വി.എസിൻ്റെ അന്തിമോപചാര ചടങ്ങുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ സമീപനത്തിന് നന്ദി അറിയിക്കുന്നുവെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ വി.എസിനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ജനലക്ഷങ്ങൾ അണിനിരുന്ന വിലാപയാത്ര. സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരും ഉൾപ്പെടെ വിലാപയാത്രയിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഭാഗമായി. പുതിയ തലമുറ രാഷ്ട്രീയത്തിൽ നിന്ന് അകലുന്നുവെന്ന അഭിപ്രായങ്ങൾ തള്ളിക്കളയുന്ന കാഴ്ചയാണുണ്ടായത്. വി.എസിൻ്റെ അന്തിമോപചാര ചടങ്ങുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ സമീപനത്തിന് നന്ദി അറിയിക്കുന്നു. എന്നാൽ തെറ്റായ ചില പ്രവണതകളും ഉയർന്നു വന്നു. വി.എസ്. അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണെന്ന പ്രചാരണമാണ് അതിൽ പ്രധാനം. മുമ്പും നേതാക്കൾ അന്തരിച്ചപ്പോൾ ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. AKGയും EMSുമെല്ലാം നമ്മെ വിട്ടുപിരിഞ്ഞപ്പോൾ ഇത്തരം പ്രചാരണങ്ങൾ നടന്നു. ജീവിച്ചിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ അധിക്ഷേപിക്കുകയും മരണാനന്തരം വിശുദ്ധരാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന രീതി വലതുപക്ഷം പൊതുവെ സ്വീകരിക്കുന്ന സമീപനമാണ്. ആശയങ്ങളിലൂടെയാണ് നേതാക്കൾ ആളുകളിലേക്ക് എത്തുന്നത്. വി.എസിനെ നയിച്ചത് ജനാധിപത്യ വിപ്ലവം എന്ന ആശയമാണ്. സോഷ്യലിസവും കമ്മ്യൂണിസവും കെട്ടിപ്പടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. വി.എസ്. മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നാണ് വിലാപയാത്രയിൽ അണിനിരുന്നവർ വിളിച്ചു പറഞ്ഞത്. ഇത് ശരിയാണ്. CPMൻ്റെ സ്വപ്നം തന്നെയാണ് വി.എസിൻ്റെയും സ്വപ്നവും ലക്ഷ്യവും. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നമുക്കൊപ്പമുണ്ട്. അനശ്വരനായി അദ്ദേഹം നമുക്കൊപ്പം ജീവിക്കുന്നു. സ്വപ്നങ്ങൾ തലമുറകൾ കൈമാറി ലക്ഷ്യം കൈവരിക്കുക തന്നെ ചെയ്യും. വി.എസിൻ്റെ അനുസ്മരണാർത്ഥം ഓഗസ്റ്റ് 1 തിരുവനന്തപുരത്ത് വിപുലമായ അനുസ്മരണ യോഗം സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 10 വരെ വിവിധ ഘടകങ്ങളിൽ അനുസ്മരണ യോഗങ്ങൾ സംഘടിപ്പിക്കും. എം.വി. ഗോവിന്ദൻ പറഞ്ഞു.